സിജോ വന്ന് കയറിയതിന് ശേഷം കുറച്ച് നേരങ്ങൾക്ക് ശേഷം ജാൻമണിയുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട് സിജോ ജാൻമണിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ വീട്ടിൽ ആരോടെങ്കിലും കടുത്ത വൈരാഗ്യമോ ദേഷ്യമോ ഉണ്ടോ എന്ന് ജാൻമണിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജാൻമണി ഇല്ല എന്ന് മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ഇല്ല എന്ന ഉറപ്പാണോ, നിങ്ങൾക്ക് ആരുടെ അടുത്തും ദേഷ്യ വൈരാഗ്യം ഒന്നുമില്ല എന്ന് ഉറപ്പാണോ എന്ന് ചോദിക്കുമ്പോൾ ജാൻമണി പറയുന്നുണ്ട്, ദേഷ്യം ഉണ്ടായിരുന്നു, ഇപ്പം ആ ദേഷ്യമൊക്കെ കുറഞ്ഞു, ഇപ്പം എനിക്ക് വിഷമാണ് ഉള്ളത് എന്ന് ജാൻമണി പറയുന്നുണ്ട്. ഇപ്പം നോറയൊക്കെ വന്ന് എന്നെ ഹഗ് ചെയ്തു ഒക്കെ എല്ലാവരും വന്ന് ചെയ്തപ്പോൾ ഇപ്പം എനിക്ക് ദേഷ്യങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങി, എനിക്കിപ്പോൾ കൂടുതലുള്ളത് വിഷമമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിജോ പറഞ്ഞു, വിഷമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ, പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര വൈരാഗ്യമുണ്ട് എന്ന് എനിക്ക് അറിയാനായിട്ട് സാധിച്ചു, ഞാനത് അറിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് എന്ന് ജാൻമണിയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ സായി ഉണ്ടായിരുന്നില്ല. എന്നിട്ട് സായിനെ വിളിക്കുന്നുണ്ട്, സായി നമുക്ക് വീഡിയോ ചെയ്യാനുള്ള കണ്ടന്റ് നമുക്കത് ചോദിച്ച് മനസ്സിലാക്കണം, നമുക്ക് എന്നിട്ട് അതിനെ ക്ലാരിറ്റിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, നമുക്കത് വീഡിയോ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സായി വരുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അയ്യോ ഇവിടെ വെച്ച് ആ വിഷയം നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, ചോദിക്കാൻ പറ്റില്ല, നമുക്കത് വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമുക്ക് സംസാരിക്കാൻ ചോദിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജാൻമണിക്ക് കാര്യം മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നു സിജോയും സായിയും അർജുനും ജാൻമണിയും തമ്മിലുള്ള ആ ടോപ്പിക്കാണ് സംസാരിക്കാനായിട്ട് വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ജാൻമണിയും അർജുനും തമ്മിലുള്ള ആ ഒരു ടോപ്പിക്ക് സോഷ്യൽ മീഡിയയിൽ അത്ര അധികം ഭയങ്കര ചർച്ചയായ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ജാൻമണി വൈരാഗ്യം മൂലം അത് പറഞ്ഞതാണെന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതാണ് അവിടെ വന്നിരുന്ന് ചോദിക്കുന്നത് സിജോ ജാൻമണിയുടെ അടുത്ത്, നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര വൈരാഗ്യം, ഇപ്പോഴും നിങ്ങൾ ഒരാളുടെ അടുത്ത് വൈരാഗ്യം സൂക്ഷിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്ന് സിജോ പറയാനുണ്ടായ കാരണം അതായിരുന്നു. അതിനെക്കുറിച്ചൊരു വീഡിയോ പുറത്തിറങ്ങിയതിന് ശേഷം നമുക്ക് ചെയ്യണമെന്ന് സിജോ സായിയുടെ അടുത്ത് പറയുന്നുണ്ട്. ജാൻമണിയുടെ അടുത്ത് അത് നമുക്ക് സംസാരിച്ച് വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തേ പറ്റൂ എന്ന് അവർ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്.